ഗായ്സ്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മാങ്ങാട്ടൂർ പാലം. വൈകുന്നേരമായപ്പോൾ അച്ചായുടെ പെങ്ങളും മോനും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റീൻ്റെ വീട്ടിലിരുത്തി ഞങ്ങൾ പിള്ളേർ സെറ്റുകളൊക്കെ കൂടി ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. വേറെ എവിടേക്കും അല്ല പോയത്, നമ്മുടെ അടുത്ത് തന്നെ വീട്ടൂര് നഗരവനം എന്നും പറഞ്ഞ പേരിൽ പുതിയ പാർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ നാളായി ഞാനും അനിയത്തി അവിടെ പോകണമെന്നും പറഞ്ഞ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ചേട്ടായിനോട് പറഞ്ഞപ്പോൾ ചേട്ടായി പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ ഞാൻ കണ്ട ഏറ്റവും നല്ലൊരു കാഴ്ചയാണ് ദശപുഷ്പങ്ങളുടെ കളക്ഷൻ. ഇന്നത്തെ കാലത്ത് അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് ഏരിയയിൽ ഇങ്ങനെയൊക്കെ ഇത് മെൻഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ കിട്ടില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പിള്ളേർക്ക് വൈകുന്നേരങ്ങളിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ് കേട്ടോ അത്. കുറേ സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് കളിക്കാൻ പറ്റിയത്. ഇങ്കുവാവ് അവിടെ മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. എൻ്റെ കൈ വിട്ട് നടക്കാനൊക്കെ ആൾ നോക്കി, പക്ഷേ വീഴില്ല, അതുകൊണ്ട് കൈ മുറുക്കെ പിടിച്ചേക്കുമായിരുന്നു. പിന്നെ ഈ ഒരു ഊഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എത്ര കുഞ്ഞു കൊച്ചിനെയാണെങ്കിലും നമുക്ക് അതിലിരുത്തിയിട്ട് ആട്ടം വീഴുമെന്ന് പേടിക്കേണ്ട. അതേപോലെ തന്നെ കുഞ്ഞ് സ്ലൈഡൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്ലൈഡും ഇങ്കുവായ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കയറാൻ അറിയില്ലെങ്കിലും ഊർന്നിറങ്ങാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ഏർമാടം അതൊരു രക്ഷയില്ല. അതിൽ കയറാൻ കുറച്ച് പാടാണ്, ഇറങ്ങാനും അതേപോലെ തന്നെ നല്ല പാടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല രസമാണ് അതിൻ്റെ മുകളിൽ കയറി നിൽക്കാനായിട്ട്. പിന്നെ ഞാൻ അവിടെ കണ്ടൊരു വേറൊരു കാഴ്ചയാണ് ഓർക്കിഡ് കളക്ഷൻ. അത് അധികമൊന്നും ആക്കിയിട്ടില്ലെങ്കിലും ചെറിയ രീതിയിലാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ഓർണമെൻ്റൽ വാഴ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഓർണമെൻ്റൽ ചേനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. പോകുന്ന വഴി കലാശക്കൊട്ടും കൂടി ആയ കാരണം നല്ല ബ്ലോക്കും പിന്നെ ഈ പാർട്ടിക്കാരുടെ കലാശക്കൊട്ടിൻ്റെ പ്രകടനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോകുന്ന വഴിക്ക് കുറേ കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് കോലഞ്ചേരിയിലുള്ള റോയലിലേക്കാണ്. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് രാത്രിയായി വീട്ടിലേക്ക് എത്തിയപ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ചേച്ചി എണീത്തി അടി കൂടി. അല്ലെങ്കിൽ ഇങ്കുവാവയ്ക്ക് ഒരു മിഠായി കൊടുത്തു, ഇങ്കുവാവ എല്ലാവർക്കും കൊടുക്കുന്നതാണ്. പക്ഷെ എന്ത് പറ്റി എന്നറിയാൻ പാടില്ല, ഒരു മിഠായി കൈ കിട്ടിയിട്ട് എന്ത് ചെയ്ത കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇതിന് ചേച്ചി എണീത്തിയും കൂടി അടി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.